വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവരെ മരിച്ചവരായി കണക്കാക്കുമെന്ന് സർക്കാർ. ഇതിനായി പ്രാദേശിക സമിതി ആദ്യം പട്ടിക തയ്യാറാക്കും. ധനസഹായത്തിനായി 2 സമിതികൾ രൂപീകരിച്ചു. പ്രാദേശിക സമിതിയും സംസ്ഥാന സമിതിയും ഉണ്ടാകുമെന്ന് സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, ഏറെ സുപ്രധാനമായ ഒരു കാര്യത്തിലേക്കാണ് സർക്കാർ കടക്കുന്നത്. ഈ കാണാതായവരെ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പം, പുനരധിവാസം, ധനസഹായം ഇതൊക്കെ മുടങ്ങിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കാണാതായവരെ മരിച്ചവരായി കണക്കാക്കും എന്നുള്ള സർക്കാർ ഉത്തരവ് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി അതിനുള്ള തുടർ നടപടിക്രമങ്ങൾ പ്രാദേശിക സമിതിയായിരിക്കും തീരുമാനിക്കുക. കൂടുതൽ വിശദാംശങ്ങൾ ആരോഹിണി, ഈ കാണാതായവരെ ഏത് രീതിയിൽ അവരുടെ ആശ്രിതർക്ക് ധനസഹായം നൽകുമെന്നുള്ള കാര്യത്തിൽ വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. ഇതിനൊടുവിലാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കാണാതായവരെ മരിച്ചവരുടെ കണക്കിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനം. ഇത് പരിശോധിക്കുന്നതിനായിട്ടും ധനസഹായം പ്രഖ്യാപിക്കുന്നതിനായിട്ടും 2 സമിതികളെ രൂപീകരിച്ചിട്ടുണ്ട്. പ്രാദേശിക തലത്തിലൊരു സമിതിയും സംസ്ഥാന തലത്തിലൊരു സമിതിയുമാണ് രൂപീകരിച്ചിരിക്കുന്നത്. അതിൽ പ്രാദേശിക തല സമിതി എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനിലെ SHO, അതോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി, ഇവരാണ് പ്രാദേശിക തല സമിതിയിലുള്ളത്. ഇവർ കാണാതായവരുടെ ബന്ധുക്കൾ ഈ പോലീസ് സ്റ്റേഷനിൽ പരാതി ഉൾപ്പെടെ സ്വാഭാവികമായും നൽകിയിരിക്കും. അതിന്റെ വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് ഒരു പ്രാഥമികമായ ഒരു പട്ടിക തയ്യാറാക്കി ആയിരിക്കും സംസ്ഥാന തല സമിതിക്ക് കൈമാറുക. സംസ്ഥാന തല സമിതിയിൽ ഉള്ളത് അഡീഷണൽ ചീഫ് സെക്രട്ടറി, ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി, തദ്ദേശ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നിവരാണ് സംസ്ഥാന തല സമിതിയിൽ ഉള്ളത്. ഇവർ ഇത് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ശുപാർശ സർക്കാരിന് കൈമാറുക. ആ ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുക. ഏതായാലും ഈ കാണാതായവരെയും അവർക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയിട്ടും കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവരുടെ ആശ്രിതർക്കുള്ള ധനസഹായം ഒക്കെ വലിയ രീതിയിൽ പ്രശ്നമായിരുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും അവരെയും മരിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ആശ്രിതർക്ക് ധനസഹായം നൽകാനാണ് ഇപ്പോൾ സർക്കാരിന്റെ തീരുമാനം. അതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അതിനായിട്ടാണ് 2 സമിതികളെ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. രോഹിണി. ശരി, രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.